ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനോ നിങ്ങളോട് അസൂയയുണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴും അവരുടെ നേട്ടങ്ങളും അവരുടെ രൂപവും നിങ്ങളുടെ രൂപവും കളറും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ജോലി, പഠിത്തം എന്നിവയൊക്കെ ആയിട്ട് എപ്പോഴും നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസൂയയുടെ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിനന്ദനം അറിയിക്കുമ്പോഴും അത് അത്ര കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് അസൂയയുടെ മറ്റൊരു ലക്ഷണം. കൂടാതെ അപ്പോൾ തന്നെ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് കളിയാക്കാനും അവർ ശ്രമിക്കും. അവർ നിങ്ങളുടെ നേട്ടങ്ങളെ കുറച്ചു കാണുകയോ അതൊരു വലിയ കാര്യമല്ല എന്ന രീതിയിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നതാണ് അസൂയയുള്ളതിൻ്റെ മറ്റൊരു ലക്ഷണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ നേട്ടത്തിന് മേൽ അവർക്ക് പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാനാണ് അവരെപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയോ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പിന്തുണ നൽകുകയോ ചെയ്യാതിരിക്കുന്നത് അസൂയയുടെ മറ്റൊരു ലക്ഷണമാണ്. ഇവർ എപ്പോഴും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും ഒരു മത്സര ബുദ്ധിയോടെ കൂടി കാണാനാണ് അവർ ശ്രമിക്കുന്നത്. അവരാണ് നിങ്ങളെക്കാൾ മികച്ചതെന്ന് കാണിക്കാനുള്ള ശ്രമം അസൂയയുടെ മറ്റൊരു ലക്ഷണമാണ്. അതുപോലെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് അസൂയയുടെ മറ്റൊരു ലക്ഷണമാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും കുറവുകളും തെറ്റുകളും ഉയർത്തിക്കാട്ടുന്നതിന് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയത്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും. ഇത് അസൂയയുടെ ഒരു പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, ജീവിതശൈലി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവയെ അമിതമായിട്ട് വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് അസൂയയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ ശൈലി, വസ്ത്രധാരണം, പ്രവർത്തനങ്ങൾ, ഹോബികൾ എന്നിവയൊക്കെ അനുകരിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും എപ്പോഴും ഒരകലം പാലിക്കുന്നതും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും അവരോട് തുറന്ന് പറയാതിരിക്കുന്നതുമായിരിക്കും എപ്പോഴും നല്ലത്.